ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ അമർഷൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു വോളറ്റൈൽ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വോളറ്റൈലാണ്, സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മോർണിംഗിൽ അമേരിക്കയിലെ ഇന്നലെ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ NVIDIAയുടെ Q2 റിസൾട്ട് ട്രേഡിങ്ങിന് ശേഷം അനൗൺസ് ചെയ്തിരുന്നു. NVIDIA അറൗണ്ട് 7.5% താഴെയാണ് ട്രേഡിങ്ങിന് ശേഷം ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഗൈഡൻസ് ടോപ്പ് എൻഡിൽ എത്തിയില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ നമ്മൾ ഓവറോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ Q2 റിസൾട്ടുകളും അതുപോലെ തന്നെ Q4 ഗൈഡൻസ്, Q3 ഗൈഡൻസ് ഒക്കെ വന്നിരിക്കുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇത് സെൽ ഓൺ ന്യൂസ് എന്നുള്ള ഒരു ഇവൻറ്റ് മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സൊക്കെ NVIDIAയുടെ 154% ഉയർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് NVIDIAനെ സംബന്ധിച്ച്. ഒപ്പം $50 ബില്യൺ ബൈബാക്കും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവെ മാർക്കറ്റ് റിയാക്ഷൻ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ലോങ് റണ്ണിൽ പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അമേരിക്കയിലെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് വരികയാണ്. ആ ഇൻഡെക്സ് വളരെ ക്രൂഷ്യലാണ്. കാരണം സെപ്റ്റംബർ 17-18 തീയതികൾ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഡാറ്റയും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ താഴെ വരുമെന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സെൻസസ് ഇപ്പോഴും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും താഴെയാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയാണ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും അതേ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മേജർ അട്രാക്ഷൻ ഇന്ത്യയിൽ റിലയൻസിൻ്റെ 47ാമത്തെ AGM ആണ്. ജിയോ ടെലികോമിൻ്റെയും അതുപോലെ തന്നെ റിലയൻസ് റീറ്റെയിലിൻ്റെയും ഒക്കെ IPO സംബന്ധിച്ചുള്ള എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിൽ. റിലയൻസ് ഒരു വൊളാറ്റിലിറ്റി കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഇൻഡിഗോ വളരെ പോസിറ്റീവായ ന്യൂസ് ഫ്ലോസ് ആണ്. ഇൻഡിഗോനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ക്ലാസ്സും കൂടി ആഡ് ചെയ്തോട് കൂടിയിട്ട് പ്രോഫിറ്റബിലിറ്റി കൂടുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്ന. അടുത്ത 2 വർഷത്തിനുള്ളിൽ 7,000 rupees ലെവലിലേക്കൊക്കെ ഇൻഡിഗോയുടെ സ്റ്റോക്ക് പ്രൈസ് ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സൊമാറ്റോ പുതിയ ഒരു പ്രോഡക്റ്റും കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സൊമാറ്റോ ഫോർ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇത് കോർപ്പറേറ്റുകളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. സൊമാറ്റോനെ സംബന്ധിച്ച് ധാരാളം ഇന്നോവേറ്റീവ് ഐഡിയാസ് സൊമാറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ കാണാം. ലോങ് റണ്ണിലേക്ക് വളരെ സേഫായിട്ടുള്ള ലോങ് ടേം ബെറ്റാണ് സൊമാറ്റോ. അതോടൊപ്പം തന്നെ ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കാണ്. 4,469 കോടി രൂപയുടെ ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ് സ്മാർട്ട് മീറ്ററിൻ്റെ. ഇപ്പോൾ ടോട്ടൽ ഓർഡർ ബുക്ക് 32,500 കോടി രൂപ ആയിരിക്കുകയാണ്. തനിഷ്കും DBS ഡയമണ്ട് കിങ് ആണ്. ഇവർ തമ്മിലുള്ള JV വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ തനിഷ്ക്ക് അതായത് ടൈറ്റന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് 3 പുതിയ റെയിൽവേ പ്രൊജക്റ്റുകൾ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 12 സ്മാർട്ട് സിറ്റീസ് അനൗൺസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വേദാന്ത 3ാമത്തെ ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. സെപ്റ്റംബർ 2-നാണ് അതിൻ്റെ ബോർഡ് മീറ്റിംഗ് വരാൻ പോകുന്നത്. ധാരാളം ഡിവിഡൻഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് വേദാന്ത. KEC ഇൻ്റർനാഷണൽ 1,171 കോടി രൂപ വരെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ട്രെൻഡ് അവരുടെ ഫസ്റ്റ് ഓവർസീസ് ഔട്ട്ലെറ്റ് ദുബായിൽ അടുത്ത മാസം ഓപ്പൺ ചെയ്യുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ട്രെൻഡിനെ സംബന്ധിച്ച്. ഒപ്പം ട്രെൻഡിനുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡിൻ്റെ അണ്ടറിലുള്ള സ്റ്റാർ ബസാർ സൂപ്പർ മാർക്കറ്റാണ്. അത് അക്രോസ് ഇന്ത്യ അവർ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഗുജറാത്തിൽ മാത്രമാണ് 50 ഔട്ട്ലെറ്റുകളുള്ളത്. അക്രോസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസ് ഫ്രഷിനും റിലയൻസ് ട്രെൻഡിനൊക്കെ വീണ്ടും ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. ട്രെൻഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം വളരെ കുറവ് ഇക്വിറ്റി ക്യാപിറ്റലുള്ളൊരു കമ്പനിയും കൂടിയാണ് ട്രെൻഡ്. ടാറ്റയുടെ അണ്ടറിലുള്ളൊരു കമ്പനിയും കൂടി ആയതുകൊണ്ട് പൊതുവേ മാർക്കറ്റിലൊരു അപ്പർ ഹാൻഡ് ഉണ്ട് റിലയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ട്രെൻഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണെന്ന് മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളാണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സെബി വളരെ കോഷ്യസ് ആയിട്ടാണ് വാണിംഗ് കൊടുത്തിരിക്കുന്നത് SME സെഗ്മെൻറ്റിനെ കുറിച്ച്. പല SME IPOയിലും വന്നിട്ടുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ലെവൽ തന്നെയാണ് ഒരു കോഷന് ഉള്ള വാണിംഗ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം
സെക്കൻഡറി മാർക്കറ്റിലും അസ്ബ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ടോപ്പ് 16 ബ്രോക്കേഴ്സിന് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ ബൈയും സെല്ലിങ് നടത്തണമെങ്കിൽ ബൈ നടത്തുമ്പോഴുള്ള പേയ്മെൻറ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബൈയിങ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ അസ്ബ ഇപ്പോൾ IPOയിലുണ്ട്. അതേ ലെവലിലുള്ളൊരു സിറ്റുവേഷൻ ഇനി സെക്കൻഡറി മാർക്കറ്റിലും വരാൻ പോവുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ സേഫാണ്. ഇത്തരത്തിലുള്ള റെഗുലേറ്ററി മെഷേഴ്സൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെർച്ചൻറ്റ് ബാങ്കേഴ്സിന് വളരെയധികം മെഷേഴ്സ് കൊണ്ടുവരികയാണ്. കാരണം ഇത്തരത്തിലുള്ള IPO SME സെഗ്മെൻറ്റിലുള്ള IPO സെബി വളരെ ഗൗരവത്തോടെ കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മെർച്ചൻറ്റ് ബാങ്കേഴ്സിനും ധാരാളം റെഗുലേഷൻസ് പുതിയത് വന്നേക്കാം. ഓവറോൾ ഒരു ടൈറ്റനിങ് മെഷർ വരാൻ പോവുകയാണ്. ഒപ്പം മാർക്കറ്റ് നമ്മൾ പീക്ക് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹയർ ലെവലിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ SME സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് മാത്രം മാർക്കറ്റിൽ മൂവ് ചെയ്യുക. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു അപ്വേർഡ് മൊമെൻറ്റം ഫർദർ കിട്ടണമെന്നില്ല. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന SME സ്റ്റോക്കുകൾ മാത്രം SME IPOകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഡെലിവറി ആയിട്ട് മാത്രം വാങ്ങുക. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.